നാഗലശ്ശേരി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ ചാൽപ്പുറം കട്ടിൽമാടം പ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളും ക്ഷീരകർഷകരും വലിയ ഭീതിയിലാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്കുള്ളിൽ 2 പശുക്കളും അതുപോലെ തന്നെ ഒരു ആട്ടിൻകുട്ടിയും ഈ പ്രദേശത്ത് പേവിഷബാധ മൂലം ചാവുന്ന സാഹചര്യമുണ്ടായി. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഈ മാസത്തിനകത്ത് തന്നെ 10-20 ദിവസങ്ങൾക്ക് മുമ്പ് അതുപോലെ തന്നെ ഈ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരു പശു ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പ്രദേശത്തുള്ള സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ ഇന്ന് ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ വിഷയം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ അസീബ് റഹ്മാൻ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ അധികാരികളും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും വന്ന് പരിശോധിക്കുകയും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു. വെറ്റിനറി ഡോക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പേവിഷബാധ മൂലമാണ് ഇന്നലെയുമായിട്ടുണ്ടായിട്ടുള്ള 2 പശുക്കൾ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നാഗലശ്ശേരി പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിഷയമുണ്ടായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് വളരെ വലിയ ഉദാസീനതയും അലംഭാവതയുമാണ് ഈ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജനങ്ങൾക്ക് സ്വൈര ജീവിതം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള ഒരു സമീപനം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ഈ വിഷയത്തിൽ ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറായ അസീബ് റഹ്മാൻ ഉണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത്? ഈ വിഷയം പലതവണ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഞാൻ 2022, 23, 24 വർഷങ്ങളിൽ 3 വർഷത്തിലും ഈ തെരുവുനായ്ക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുള്ള ലെറ്റർ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുള്ളതാണ്. ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ വാർഡിനകത്തുനിന്ന് ഒരുപാട് 3 സ്കൂളുകൾ ഈ പ്രദേശത്തുണ്ട്. ആ 3 സ്കൂളിലേക്കും കുട്ടികൾ നടന്നു പോകുന്നതാണ്. അതുപോലെ മദ്രസകളുണ്ട്, അംഗൻവാടികളുണ്ട്. ഈ സ്ഥാപനങ്ങളിലേക്കൊക്കെ കുട്ടികൾ പോകുന്നതാണ്. അവർക്കൊക്കെ ഈ തെരുവുനായ്ക്കളുടെ ശല്യം മൂലം പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പല രക്ഷിതാക്കളും നിരവധി പരാതിയായി എനിക്ക് ലഭിക്കുന്നുണ്ട്. ആ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം ഞാൻ പഞ്ചായത്തിനകത്ത് ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. പഞ്ചായത്തിൽ പറയുമ്പോൾ അവർ പറയും നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നിയോജകമണ്ഡലത്തിൻ്റെ പ്രതിനിധാനം ചെയ്യുന്നത് തദ്ദേശ സ്വയം സഹകരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അവറുകളാണ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ജനങ്ങൾ ഒരു പൊതു സമരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഒരെണ്ണം ചത്തെന്ന് പറഞ്ഞത് 1 മാസം 2 മാസം മുന്നെയാണ്. ഇവർ 2 ചത്ത് അടുത്താണ്. ഇന്നലെ ഇന്ന് കൂടിയിട്ടാണ്. ഇന്ന് കാലത്ത് ഞങ്ങളാ വീട്ടിൽ പോയിരുന്നു. അവരുടെ വിഷമം അതിനെ മറവ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ അതിലും അതെങ്ങനെ ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്നിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ വന്നിട്ട് അവർ നിർദ്ദേശമൊക്കെ കിട്ടിയിട്ട് അവർക്ക് ഇത്ര ആഴ്ച താഴ്ച വേണം, ഇത്ര വീഴ്ച വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ കുഴിച്ചിട്ട് SUV കൊടുത്തിട്ട് കുഴിച്ചിട്ട് പോയിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും കോഴിനടക്കം പുറത്തേക്ക് വിട്ടാക്കാൻ നിർത്തിയില്ല. ഈ പശുക്കളൊക്കെ ചാവുമെന്ന് പറഞ്ഞാൽ ഈ ക്ഷീര കർഷകർ ഭയങ്കര പ്രയാസത്തിലാവും. കാരണം അവർ ഈ പശുക്കളെ പോറ്റി വളർത്തി ജീവിക്കുന്ന കുറേ ആളുകളുള്ള മേഖലയാണ് നമ്മുടെ മേഖല. അപ്പോൾ അവരുടെയൊക്കെ ജീവിതം വളരെ പുറത്തേക്ക് കെട്ടിടാനും നിർത്തില്ല. കെട്ടിയിട്ട് പുറത്ത് വിട്ടാക്കാൻ പഴയ കാലത്ത് വിട്ടാക്കുന്ന സാധനമാണ്. ഇപ്പോൾ കെട്ടിട്ടാലും അവിടെ ഒന്നിച്ച് വരികയാണ്. ഒരു 5, 10, 15 ഒരുമിച്ചൊന്ന് ആക്രമിച്ചപ്പോൾ പശുക്കൾ എന്ത് ചെയ്യാനാണ്? നമുക്ക് തന്നെ കാഴ്ചക്കാരെ നോക്കിക്കാനാണ് ഒരു ഭാഗമില്ല. അത്രയും വലിയ പ്രശ്നത്തിലാണുള്ളത്. പരാതി എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? പരാതി ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് കൈമാറിയിട്ടുള്ളത്. 3 വർഷമായിട്ട് പരാതി കൈമാറത്തിൽ ഇന്ന് രാവിലെ വാർഡ് തല ഒരു ജാഗ്രത സമിതി വിളിച്ചു ചേർത്തു. അതിനകത്ത് ഞങ്ങളെല്ലാ വീടുകളും വിസിറ്റ് ചെയ്തു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാക്സിനേഷൻ ഉൾപ്പെടെ ആ വീട്ടുകാർ എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പന്നി അതിരൂക്ഷമായിട്ട് കൃഷിക്കാർക്കും അതായത് രാത്രികളിലാണ് കാണാറ്. ഇപ്പോൾ പകലും മൊത്തം ഈ പ്രദേശത്ത് മുഴുവൻ കാണാൻ സാധിക്കുകയാണ്. പ്രദേശത്തെ ആളുകളുടെ ആശങ്ക അകറ്റുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിൽ നടപടിയെടുക്കേണ്ട വകുപ്പ് എന്നുള്ളതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ടും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഒരു ഭീമഹർജി, ഒരു മാസ് പെറ്റീഷൻ വിവിധ മേഖലയിലുള്ള ആളുകളെ, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷീരകർഷകരുടെയും എല്ലാം ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാസ് പെറ്റീഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മെമ്പർ നടത്തിയ യോഗം, ആ യോഗത്ത് അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നാടിൻ്റെ വികാരമാണ് ഇവർ രേഖപ്പെടുത്തിയത്. ഈ നാട്ടിൽ ക്ഷീരകർഷകർ ഒരുപാടുള്ള സ്ഥലമാണ്. പശുവിനെ വളർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി വീടുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് നിരവധി പശുക്കൾ ഇന്നലെ രാത്രി പേവിഷബാധയേറ്റ് മരിച്ചു വീണത്. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ, പഞ്ചായത്തായാലും അതുപോലെ മറ്റു ജനപ്രതിനിധികളായാലും
ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പേവിഷബാധക്കെതിരെ ഈ തെരുവ് നായകൾക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്.